ഹല്ലേലൂയ. നമുക്ക് സക്കായിയെ കുറിച്ച് എപ്പോഴും കേട്ടിട്ടുള്ളതാണ്. സക്കായി എന്ന വാക്കിന്റെ അർത്ഥം വിശുദ്ധമായതെന്നാണ്. എന്നാൽ അവന്റെ ജോലി എന്താണ്? ചുങ്കം പിരിക്കല. അവന്റെ പേരോ വിശുദ്ധമായത്. അവൻ ശരിക്കും അശുദ്ധമായ പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവൻ ധനവാനാണ്, അവൻ പ്രമാണിയാണ്, അവൻ കഴിവുള്ളവനായ മനുഷ്യനായിരുന്നു. എന്നാൽ അവൻ ഉയരത്തിൽ ഇച്ചിരി കുറവുണ്ട്. അവൻ യേശുവിനെ കുറിച്ച് കേട്ടു. യേശുവിനെ കാണാൻ അവൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ജനം തിങ്ങിക്കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ യേശുവിനെ കണ്ട് യേശു ആരാണെന്ന് അറിയാൻ അവന് കഴിയാത്തത് കൊണ്ട് അവനൊരു മരത്തിന്റെ മേളിലേക്ക് കയറുക ആഗ്രഹത്തോടെ. യേശുവിനെ ഒന്ന് കാണണം. ധനവാനായ മനുഷ്യൻ, അവൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ചുങ്കം പിരിച്ചവൻ, ഇവനാണ് യേശുവിനെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചത്. പ്രിയമുള്ളവരെ, അവൻ മരത്തിന്റെ മേളിൽ കയറിയപ്പോൾ തന്നെ യേശു ആ മരത്തിന്റെ ചുവട്ടിൽ വന്നു. ഇത് ഭയങ്കര അത്ഭുതമല്ലേ? ധനവാനായ ചുങ്കം പിരിക്കുന്ന സക്കായി മരത്തിന്റെ മേളിൽ കയറിയപ്പോ യേശു മരത്തിന്റെ ചുവട്ടിൽ വന്നിട്ട് സക്കായിയോട് പറഞ്ഞു, സക്കായി, വേഗം താഴെ ഇറങ്ങി വാ. ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ താമസിക്കാൻ പോകുകയാണ്. യേശു അവനെ വിളിച്ചു താഴെ ഇറക്കിയപ്പോൾ സക്കായിക്ക് കാര്യം മനസ്സിലായി. എന്റെ വീട്ടിൽ യേശു വരണമെങ്കിൽ എന്റെ ജീവിതത്തിലെ സംഭവങ്ങളെല്ലാം ഒന്ന് മാറ്റണം. യേശു വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ, എന്നാ പോകാം കർത്താവേ, ഞാൻ ഇച്ചിരി പണക്കാരനാണ്, ഞാൻ ചുങ്കം പിരിക്കുന്നവനാണ് എന്നൊന്നും അല്ല അവൻ പറഞ്ഞത്. അവന്റെ അകത്ത് ക്രിയ ചെയ്തു. ഞാൻ പറഞ്ഞതിൽ കൂടുതൽ ഞാൻ പിരിച്ചു. അന്യന്റെ വസ്തുക്കൾ എന്റെ കയ്യിലുണ്ട്. അന്നേരം അവൻ മനസ്സു തുറന്ന് പറയുക, കർത്താവേ, ഞാൻ പിടിച്ചു പറിച്ച് എടുത്തതിന്റെ 4 ഇരട്ടിയും എന്റെ സ്വത്തിന്റെ പകുതിയും ഞാനിതാ വിട്ടുകൊടുക്കാൻ പോകുന്നു. കണ്ടോ, വീട്ടിലേക്ക് യേശു വരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവന്റെ മനസ്സ് മാറിയത്. നീ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചേ, കാണാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചേ, അതിനുവേണ്ടി ഒന്ന് പ്രയത്നിച്ചേ, ഒരു മരച്ചേലൊക്കെ കഷ്ടപ്പെട്ടൊന്ന് വലിഞ്ഞു കയറുന്ന പോലെ യേശുവിനെ കാണാൻ വേണ്ടി ഒന്ന് കഷ്ടപ്പെട്ട ഒരു കൂട്ടായ്മയിലേക്ക് ഒന്ന് പൊക്കെ. അവിടെ ചെന്നാൽ നിന്റെ അടുക്കൽ യേശു എത്തും. നിന്നെ യേശുവിൽ വേണമെന്നേ. സഖായിയുടെ മനസ്സ് മാറ്റി, അതേ യേശുവാണ് നിന്റെ അടുക്കൽ ഇപ്പം വന്നത് ഈ വചനമായിട്ട്. എന്നിട്ടാ യേശു പറഞ്ഞത്, കേട്ടറിവ് മാത്രമുള്ളവരൊന്ന് കാണാൻ ആഗ്രഹിച്ചു, കണ്ടോ അവന്റെ അടുക്കൽ വന്ന. കണ്ടോ, ദൈവമായിട്ടുള്ള ബന്ധം കണ്ടോ? പെട്ടെന്ന് നമ്മൾക്ക് അടുക്കാൻ ദൈവം ഇടയാക്കിയില്ലേ? സക്കായിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു, കർത്താവിന്റെ കൂടെ ജീവിക്കാൻ. ഈ ലക്ഷ്യത്തോടു കൂടെ ഇന്ന് നമുക്ക് അവന്റെ കൂടെ പോകാൻ പറ്റുമോ? നമ്മൾ പിടിച്ചു പറിച്ചതും തട്ടിപ്പറിച്ചതും, നമ്മൾ കളവായിട്ട് പറഞ്ഞും മേടിച്ചതും, നമ്മുടെ കുടുംബ സ്വത്തിന്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ മാതാപിതാക്കളെയൊക്കെ വെട്ടിച്ചും തട്ടിച്ചും, സഹോദരങ്ങളൊക്കെ വെട്ടിച്ചും തട്ടിച്ചും ഉള്ളതെല്ലാം ഇതൊന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല പ്രിയമുള്ളത്. ഇതെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചോണം, വിട്ടുകൊടുത്തോണം. ഇത് അനുഗ്രഹിക്കപ്പെടേണ്ട സമയമാണ്. ദൈവകൃപയിലേക്ക് വളരേണ്ട സമയമാണ്. ഇന്ന് ഇവനും അബ്രാഹമിന്റെ മകൻ, ഇതാ എന്റെ മകൻ യേശുവിന്റെ മകനായി മാറുന്ന സമയം. ഈ വചനം നിന്റെ ജീവിതത്തിലേക്കാണ്, നിന്നോടാ പറയുന്നത്.
നീ ചെയ്യുന്ന പ്രവൃത്തിയിലും ജോലിയിലൊക്കെയാ കർത്താവ് പറയുന്നത്. ഇന്ന് നിന്റെ കൂടെ കർത്താവ് വരാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നത്. നീ കർത്താവിനെ കാണാൻ ആഗ്രഹിച്ചോ, നിന്റെ കൂടെ കർത്താവ് വസിക്കാൻ തുടങ്ങും. ഈ വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ കർത്താവ് ഇടയാക്കണം. അഭിഷേകം മന്ന എന്ന വചന സന്ദേശമാണ്. നിന്റെ അകത്തൊരു അഭിഷേകം വെളിപ്പെട്ടു വരും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.